ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയിലെ കാര്യങ്ങളൊക്കെയാണ് ആ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കാം. ഇന്ന് 3rd ക്ലാസ്സാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് ഒട്ടും സമയമില്ല, തീരെ പഠിക്കാൻ സമയമില്ലാത്ത വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് കാണാനോ അതിൻ്റെ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനോ അവർക്ക് ടൈം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്രിസ്പായിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം നമ്മൾ എന്നാൽ അതിലാവശ്യമുള്ള എല്ലാ പോയിൻറ്റ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. എത്ര പേരാണ് കാണുന്നത് എന്നുള്ളത് ജസ്റ്റ് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ഈ പേരുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഈ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? പ്രേം ബിഹാറി നരേൻ പ്രസാദ് ആരാണ്? ഭരണഘടന എഴുതിയത് അല്ലേ, എഴുതി തയ്യാറാക്കിയത്, കൈയെഴുത്ത്. അത് ആരുടെയാണ്? പ്രേമത്തോടെ സ്നേഹത്തോടെ എഴുതി തയ്യാറാക്കി അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നന്ദലാൽ ബോസ് ആണെങ്കിൽ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. അതുപോലെ തന്നെ ആമുഖത്തിൻ്റെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? റാം മനോഹർ സിൻഹയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഓരോ ക്ലാസ്സും പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒരു ചെറുതായിട്ട് എഴുതി ഓർത്തു വയ്ക്കാൻ പാകത്തിന് എഴുതി വയ്ക്കുക. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് പോയിൻ്റ്, ദേശീയ പതാക ഭരണഘടനാ സമിതി അംഗീകരിച്ചതെന്നാണ്. നമ്മുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള മാസമായിരിക്കും. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റിലല്ലേ. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള മാസം ഏതാണ്? ജൂലൈയിലാണ്. 1947 ജൂലൈ 22-നാണ്. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് മുമ്പ്, അതായത് 1947 ജൂലൈ 22. ഇത് ഓർത്തിരിക്കുക. 22 എഴുതുമ്പോഴേ ഒരു പതാകയുടെ പോലത്തെയൊക്കെ ഒരു ഇങ്ങനെ പതാക ഇങ്ങനെ പാറുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. പക്ഷേ ജൂലൈ ആണെന്ന് ഓർക്കാൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് തൊട്ട് മുമ്പുള്ള മാസമാണ്. അങ്ങനെ ഓർത്തിരുന്നാൽ നമുക്കത് കിട്ടും. അപ്പോൾ 1947-ലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ദേശീയ പതാകയായിട്ട് ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചത്. ഇനി നമുക്ക് നോക്കാം, ദേശീയ ഭാഷയായിട്ട് ഹിന്ദി എന്നാണ് അംഗീകരിച്ചത്? 1949 സെപ്റ്റംബർ 14-ലാണ്. അപ്പോൾ സെപ്റ്റംബർ 14-ലാണ് ദേശീയ ഹിന്ദി ദിനം അല്ലേ. അപ്പോൾ 47-ൽ ത്രിവർണ്ണ പതാകയെ നമ്മൾ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ദേശീയ ഭാഷയായിട്ട് ഹിന്ദി ഭാഷയെ അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ 14-ലാണ്. അപ്പോൾ 47 കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ്. ഇനി ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ മുദ്ര, ഇതിനൊക്കെ അംഗീകാരം കിട്ടുന്നത്, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിക്കപ്പെടുന്നത് 1950 തന്നെ, സെയിം വർഷം തന്നെയാണ്. ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവ ദേശീയ ഗാനമായിട്ട് ജനഗണമനയും ദേശീയ ഗീതമായിട്ട് വന്ദേ മാതരത്തെയൊക്കെ തിരഞ്ഞെടുത്ത് 1950 ജനുവരി 24-നാണ്. ദേശീയ മുദ്രയായിട്ട് സിംഹമുദ്രയെ തിരഞ്ഞെടുത്തത് 1950 ജനുവരി 26-നാണ്. അപ്പോൾ ഈ ഡേറ്റ് ആദ്യം വർഷങ്ങൾ നമ്മൾ ശരിക്കും നോക്കുക. ഫസ്റ്റ് 47, അതിനുശേഷം 49, അതിനുശേഷം 1950. സെയിം 2 കാര്യങ്ങൾ അല്ലേ. 47-ൽ നമ്മൾ ഓർക്കണം, സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പത്തെ മാസം ജൂലൈ 22-നാണ് ദേശീയ പതാക അംഗീകരിക്കപ്പെടുന്നത്. അതിനുശേഷം 49, 2 വർഷങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 14 ദേശീയ ഭാഷയായിട്ട് ഹിന്ദിയെ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ഒരേ വർഷം തന്നെ 2 ഡേറ്റിൻ്റെ വ്യത്യാസം, ജനുവരി തന്നെ 2 ദിവസത്തിൻ്റെ വ്യത്യാസം, 1950 ജനുവരി 24-ന് ദേശീയ പതാകയും ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിക്കുന്നു. അതിനുശേഷം 1950 ജനുവരി 26-ന് ദേശീയ മുദ്രയായ സിംഹമുദ്രയെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2-3 തവണ ഇത് കേട്ട് കഴിയുമ്പോൾ ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ.
ഇനി നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഭരണഘടനയുടെ ആമുഖം ആരാണ് തയ്യാറാക്കിയത്? ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? അല്ലെങ്കിൽ ആമുഖത്തിലോട്ട് നയിച്ച കാര്യം എന്താണ്? ഇതൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് അല്ലേ. എന്തുകൊണ്ടാണ് ശില്പി എന്ന് പറയുന്നത്? അദ്ദേഹം 1946 ഡിസംബർ 13 ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു അല്ലേ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ലക്ഷ്യപ്രമേയത്തിൽ ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറുന്നത്? ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയായി ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഈ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 വകുപ്പുകൾ, 22 ഭാഗങ്ങൾ, 8 പട്ടിക, ഇത്രയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അതിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 വകുപ്പുകൾ, 22 ഭാഗങ്ങൾ, 8 പട്ടിക. ഇനി ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. മലയാളം എന്താണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ടാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മുടെ ഇന്ത്യയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് വാക്കല്ല ശരിക്കും 3 കാര്യങ്ങൾ നമുക്ക് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അതായത് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുമ്പോൾ ഈ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന 2 വാക്കുകളില്ലായിരുന്നു. സോഷ്യലിസ്റ്റ് മതേതരത്വ സ്വഭാവം എന്നുള്ള 2 കാര്യങ്ങളില്ലായിരുന്നു. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീടാണ് നമ്മൾ എന്ത് കൂട്ടിച്ചേർക്കുന്നത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, പിന്നെ ഇൻറ്റഗ്രിറ്റി, യൂണിറ്റിയുടെ സ്ഥാനത്ത് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന വാക്കും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്തു. പിന്നീട് അമെൻമെൻറ്റ് വഴി നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 2 വാക്കുകൾ, 2 അല്ല ശരിക്കും ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞൊരു വാക്കും ഈ ആമുഖത്തിൽ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻറ്റഗ്രിറ്റി എന്ന വാക്കും കൂടെ നമ്മൾ ചേർത്താണ്. അമെൻമെൻറ്റ് 42ാമത്തെ ഭേദഗതി, അത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുമ്പോൾ 1976 42ാം ഭേദഗതി വഴിയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്ന് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ആമുഖത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന വാക്കും അതുപോലെ തന്നെ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്നതും നമ്മൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 42ാമത്തെ ഭേദഗതി വഴിയാണ്. 42ാമത്തെ ഭേദഗതി വഴിയാണ്. ആ ഭേദഗതിയുടെ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. എന്നായിരുന്നു ഭേദഗതി? 1976. അപ്പോൾ 4ഉം 2ഉം എത്ര? 6 അല്ലേ. 42 അപ്പോൾ 6, അപ്പോൾ ലാസ്റ്റ് 6 എന്ന് ഓർക്കുക. 1976 1976. ഇങ്ങനെ ചിലതൊക്കെ നമ്മളിങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയും. 42ാമത്തെ ഭേദഗതി എന്ന് പറയുമ്പോൾ ഈ 4ഉം 2ഉം 6, ലാസ്റ്റ് 6 അങ്ങനെ ഓർക്കുക. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ BR അംബേദ്കറിനെ പറയും. പക്ഷേ എന്നാൽ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ പറയുന്നതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ. 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അദ്ദേഹം ലക്ഷ്യപ്രമേയം ഈ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അദ്ദേഹം അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആമുഖത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ശില്പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹമാണ് ഭരണഘടന പ്രധാനപ്പെട്ട
കമ്മിറ്റി ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് അല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തായിട്ട് പറയുന്നത്, എന്താണ്, ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താലോ. നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് പേരുകളൊക്കെ പറഞ്ഞു അല്ലേ. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്, ഭരണഘടന എഴുതിയത് അതിൻ്റെ കയ്യെഴുത്തുപ്രതി ആരാണ്, പ്രേം ബിഹാരി നരേൻ റൈസാദ. അതുപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖം അതിൻ്റെ കവർ പേജ് ഡിസൈൻ ചെയ്തത് റാം മനോഹർ സിൻഹ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഡേറ്റുകൾ പറഞ്ഞു, പ്രധാനപ്പെട്ട വർഷങ്ങൾ പറഞ്ഞു അല്ലേ, ഓരോ കാര്യങ്ങൾ അംഗീകരിച്ചത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ദേശീയ പതാകയായിട്ട് ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് എന്നാണ്, 1947 ജൂലൈ 22-നാണ്. ദേശീയ ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതെന്നാണ്, 1949 സെപ്റ്റംബർ 14-നാണ്. പിന്നെ ദേശീയ ഗീതം, ദേശീയ ഗാനം അത് അംഗീകരിച്ചത് 1950 ജാനുവരി 24-നും. ദേശീയ മുദ്രയായി സിംഹമുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26-നുമാണ്. അപ്പോൾ ഇത്രയും ഡേറ്റുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ആമുഖത്തിൻ്റെ ശില്പി ആരാണ്, ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹം 1946 ഡിസംബർ 13-ന് ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആമുഖത്തിൽ ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നിടത്ത് 2 വാക്കുകൾ, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ അല്ലേ, അതിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന 2 വാക്കുകൾ പ്ലസ് ഇൻ്റഗ്രിറ്റി എന്നൊരു വാക്ക്, യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി എന്നിടത്ത് ഇൻ്റഗ്രിറ്റി എന്ന വാക്കും കൂട്ടിച്ചേർത്തു. അതെപ്പോഴാണ് കൂട്ടിച്ചേർത്തത്, ഭരണഘടന നിലവിൽ വന്നപ്പോൾ അത് 3 കാര്യങ്ങളില്ലായിരുന്നു. 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വരുമ്പോൾ അതില്ല. പിന്നീട് കൂട്ടിച്ചേർത്ത് എപ്പോഴാണ്, 42-ാം ഭേദഗതി വഴി 1976-ലെ 42-ാം ഭേദഗതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ഒരു അമെൻമെൻറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.